തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഭക്തിനിർഭരമായി ദേവാലയങ്ങളിലെ പാതിരാ കുർബാന. ചേലക്കരയിൽ മധ്യവയസ്കൻ മരിച്ചത് പന്നിയെ കുരുക്കാൻ വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ്. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന 200 ഏക്കർ കൃഷി നശിച്ചു. 5 മാസം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് തകർന്നത്. ചാലക്കുടിയിൽ 2 അപകടങ്ങളിൽ 2 യുവാക്കൾ മരിച്ചു. പുഷ്പഗിരിയിൽ ബൈക്ക് തോട്ടിലേക്ക് വീണും കാടുകുട്ടിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞുമാണ് അപകടം. വിശദമായ വാർത്തകളിലേക്ക്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകൾ ഒരുക്കിയും ഏവരും ക്രിസ്തുമസിനെ വരവേറ്റു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ഔഗീൻ കുര്യാക്കോസും കാർമ്മികത്വം വഹിച്ചു. ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കോട്ടപ്പറമ്പ് രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കാർമ്മികത്വം വഹിച്ചു. 27 നടക്കുന്ന ബൊൻ നത്താലെ ഘോഷയാത്രയോടെ തൃശൂരിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. 15,000-ഓളം ക്രിസ്തുമസ് പാപ്പാമാർ ബൊൻ നത്താലെയുടെ ഭാഗമാകും. ചേലക്കരയിൽ മധ്യവയസ്കൻ മരിച്ചത് പന്നിയെ കുരുക്കാൻ വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെങ്ങാനല്ലൂർ വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ മേഖലയിൽ വൈദ്യുതി കെണി സ്ഥാപിക്കുന്നത് പതിവാണെന്ന് പറയുന്നു. ഞായറാഴ്ച രാത്രിയാണ് ഉണ്ണികൃഷ്ണനെ ഷോക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന 200 ഏക്കർ കൃഷി നശിച്ചു. KLDCയുടെ നേതൃത്വത്തിൽ 5 മാസം മുൻപ് പണി പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് പൊട്ടിയത്. ഇതുമൂലം ആനക്കോൾ പടവിലെ 200ഓളം ഏക്കർ കൃഷിയാണ് നശിച്ചത്. ഇത് മറ്റു പടവുകളെയും കാര്യമായി ബാധിക്കുകയും കെട്ടിനിർത്തിയ വെള്ളത്തിൽ ഗണ്യമായ കുറവ് നേരിടുകയും ചെയ്യും. പാടശേഖരങ്ങളിൽ നിന്ന് 100 അടി തോട്ടിലേക്ക് വെള്ളമടിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇടയ്ക്കിടെ ബണ്ടുകൾ പൊട്ടുന്നത് മൂലം കർഷകർ ദുരിതത്തിലാണ്. കൂടുതൽ സമയമെടുത്താണ് പാടശേഖരങ്ങളിലെ വെള്ളം തോട്ടിലേക്ക് അടിച്ച് നടിയിലിനായി പാടശേഖരങ്ങൾ ഒരുക്കുന്നത്. ബണ്ട് കെട്ടി വെള്ളം പറ്റിച്ച് പാടശേഖരങ്ങൾ നടിയിലിനായി വീണ്ടും തയ്യാറെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയവും കൂലിയും നഷ്ടമായേക്കും. നവംബർ 14-ന് കാട്ടകാമ്പാൽ ചുണ്ടൻ പടവ് ബണ്ട് പൊട്ടിയിരുന്നു. ഇവിടെ താൽക്കാലിക പരിഹാരം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്നത്. മേഖലകളിലെ കോൾപ്പാടങ്ങളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം നൂറാടിത്തോട് വഴി BM കെട്ടിലാണ് സംഭരിക്കുന്നത്. KLDC അധികൃതരും പടവ് കർഷകരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചാലക്കുടിയിൽ 2 ഉണ്ടായ അപകടങ്ങളിൽ 2 യുവാക്കൾ മരിച്ചു. പുഷ്പഗിരിയിൽ ബൈക്ക് തോട്ടിലേക്ക് വീണും കാടുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടും മറിഞ്ഞുമാണ് അപകടമുണ്ടായത്. ആളൂർ ഉറുമ്പൻകുന്ന് പാലയൂർ വീട്ടിൽ കൃഷ്ണന്റെ മകൻ 23 വയസ്സുള്ള ബിനുവാണ് പുഷ്പഗിരിയിലെ അപകടത്തിൽ മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്കായിരുന്നു സംഭവം. ദേവരാജഗിരിയിലെ ഉത്സവത്തിൽ പങ്കെടുത്ത് തിരിച്ചുവരികയായിരുന്നു അപകടം. പാടത്തിന്റെ ഓരത്തുള്ള തോട്ടിലേക്ക് വീണ ബൈക്കിനടിയിൽ യുവാവ് കുടുങ്ങുകയായിരുന്നു. തല വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് കരുതുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് യുവാവിന്റെ മേൽ ബൈക്ക് മറിഞ്ഞു കിടക്കുന്നത് നാട്ടുകാർ കണ്ടത്. വിവരമറിഞ്ഞെത്തിയ പോലീസും പരിസരവാസികളും ചേർന്ന് ബൈക്ക് ഉയർത്തിയപ്പോഴാണ് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടത്. ടൈൽസ് പണിക്കാരനാണ് ബിനു. കാടുകുറ്റിയിൽ വലിയ മരത്തിൽ മൈക്കിൾ പിൻഹീറോയുടെ മകൻ 33 വയസ്സുള്ള മെൽവിൻ പിൻഹീറോ ആണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 9:30-ക്കായിരുന്നു അപകടം. സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി മടങ്ങുമ്പോൾ മെൽവിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കോട്ടമുറി ജംഗ്ഷനിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. തലയ്ക്ക് മാരകമായ ക്ഷതമേറ്റ യുവാവിനെ ഉടൻ തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. വീടുകളുടെ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്ന ജോലിക്കാരനാണ് മെൽവിൻ. അയ്യന്തോളിൽ 17-കാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കാനാട്ടുകര സ്വദേശി വല്ലച്ചിറ വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ സിദ്ധാർത്ഥാണ് മരിച്ചത്. പുലർച്ചെ അയ്യന്തോൾ തൃക്കുമാരംകുളം ക്ഷേത്രകുളത്തിലാണ് അപകടം സംഭവിച്ചത്. പടിക്കെട്ടിൽ നിന്നും തെന്നി കുളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. സുഹൃത്തുക്കൾ കുളത്തിലേക്ക് ചാടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെളിയും പുല്ലും നിറഞ്ഞ കുളമായതിനാൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാവുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്തു. കടയുടമയെ ആക്രമിക്കുകയും ചെയ്തു. എടവിലങ്ങ് ചന്തയിൽ പ്രവർത്തിക്കുന്ന അരുൺ ട്രേഡേഴ്സിലാണ് ആക്രമണ സംഭവമുണ്ടായത്. ആക്രമണത്തിൽ കടയുടമ കൊണ്ടിയാറ ഉണ്ണികൃഷ്ണന് പരിക്കേറ്റു.
മോട്ടോർ ബൈക്കിലെത്തിയ 2 പേരാണ് ആക്രമണം നടത്തിയത്. രാവിലെ കടയിലെത്തിയ 2 പേർ വെളിച്ചെണ്ണ വില കുറച്ച് വിൽക്കുന്നതിനെ ചൊല്ലി ഉണ്ണികൃഷ്ണനുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണമുണ്ടായതെന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് രാത്രിയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാവിയുടെ മുണ്ടോക്കിൽ മുകിലിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി പടിഞ്ഞാറേ നടയിലെ സ്വകാര്യ ലോഡ്ജിന് സമീപം മദ്യം ഗ്ലാസിൽ ഒഴിച്ച് നൽകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. 4.5 ലിറ്റർ മദ്യം പോലീസ് ഇയാളിൽ നിന്ന് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഘപരിവാർ ശക്തികൾക്ക് പ്രതിരോധം തീർക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ച് സമാപന റാലി അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. ഫൈസൽ ബാഫക്കി തങ്ങൾ, MV ഷക്കീർ, PK ഹനീഫ, മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട് നാം കാത്തു സൂക്ഷിച്ചു പോന്ന പൈതൃക രീതിയിൽ നിന്നും മാറി വിദ്വേഷ രാഷ്ട്രീയവും അധികാരത്തിൽ എത്തുന്നതിനു വേണ്ടി വിദ്വേഷവും വെറുപ്പും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിട്ടുള്ള സംഘപരിവാർ ശക്തികളുടെ ഇത്തരം രാഷ്ട്രീയ സമീപനങ്ങളോട് പ്രതിരോധം തീർക്കാൻ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ഉത്തരവാദിത്തമാണ്. ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള തെരുവിന്റെ മക്കൾ ഇത്തവണയും ജേക്കബിന്റെ വീട്ടിലാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. കേക്ക് മുറിച്ചും പാട്ടുപാടിയും വയറു നിറയെ ഭക്ഷണം കഴിച്ചും അവർ ക്രിസ്മസ് ആഘോഷിച്ചു. കഴിഞ്ഞ 28 വർഷമായി ഗുരുവായൂർ സ്വദേശി ചിരിയങ്കണ്ടത്തെ ജേക്കബിന്റെ വീട്ടുമുറ്റത്ത് ക്രിസ്മസിന് പന്തലൊരുങ്ങും. നക്ഷത്രങ്ങളും പുൽക്കൂടുമൊരുക്കി അതിഥികളെ ക്ഷണിക്കും. ഇനി ക്ഷണിച്ചില്ലെങ്കിലും കൃത്യമായി അവരെത്തും. നാടോടികളും തെരുവുമക്കളുമാണ് ജേക്കബിന്റെ വിശിഷ്ട അതിഥികൾ. വിവിധ സംസ്ഥാനത്ത് നിന്നുള്ള 300ഓളം പേരാണ് ജാതിമത ഭേദമന്യേ ഇത്തവണ ആഘോഷത്തിൽ പങ്കാളികളായത്. ഫാദർ വർഗീസ് പുത്തൂർ ക്രിസ്മസ് സന്ദേശം നൽകി. മലയാളത്തിനു പുറമെ ഹിന്ദിയിലും സന്ദേശം പകർന്നു. ഭക്ഷണം വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കുമായി വൈദികരും സന്യസ്തരും നാട്ടുകാരും സഹായികളായെത്തി. ക്രിസ്മസ് ആഘോഷങ്ങളും ഞങ്ങൾ ഈ തെരുവുമക്കളോട് കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇത് 28 വർഷമായി അനേകം മക്കൾ ഇതിന് സഹായിക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. ഒറ്റപ്പെട്ടു പോയവരെയും മനോരോഗികളുമായ 1000ഓളം പേർക്കാണ് ഇതുവരെ ജേക്കബ് തണലേകിയത്. മരണം വരെ ഈ സബര്യ പിന്തുടരാനാണ് ജേക്കബിന്റെ ആഗ്രഹം. TCV ന്യൂസ്, ഗുരുവായൂർ. പാറപ്പുറം പോളക്കുളത്തിന് ചുറ്റും 1000 നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച നക്ഷത്ര തടാകം തുറന്നു. ക്രിസ്തുമസ് പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി പോളക്കുളം കൂട്ടായ്മയാണ് നക്ഷത്ര തടാകം ഒരുക്കിയത്. 1 ഏക്കർ സ്ഥലത്തെ കുളത്തിനകത്തും വശങ്ങളിലുമായാണ് നക്ഷത്രങ്ങൾ നിറച്ചിരിക്കുന്നത്. നക്ഷത്ര തടാകം BR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, KP വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മങ്ങാട് സെയിന്റ് ജോർജ് ഇടവകപ്പള്ളിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് മഹാപ്രദർശനം ശ്രദ്ധേയമായി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇടവക കൂട്ടായ്മ ബൈബിളിനെ ആസ്പദമാക്കി സമഗ്രമായ ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കുന്നത്. മങ്ങാട് ഇടവകയിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഇവിടെ ഈ മഹാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ബൈബിളിലെ
പ്രധാനപ്പെട്ട 12 രംഗങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയങ്കണത്തിൽ 2 ഏക്കർ വരുന്ന സ്ഥലത്താണ് ക്രിസ്മസ് മഹാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 12 സന്ദർഭങ്ങളും ക്രിസ്ത്യൻ പൈതൃകങ്ങളും വിശുദ്ധ നാട്ടിലെ രംഗങ്ങളുമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ കഴിവുകളെ പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാണ് പ്രദർശനം തയ്യാറാക്കിയത്. കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലുള്ള 12 യൂണിറ്റുകൾ 12 ബൈബിൾ രംഗങ്ങൾ ഒരുക്കി. മതബോധന വിഭാഗത്തിലെ 14 ക്ലാസുകളും അധ്യാപകരും ചേർന്ന് ക്രിസ്ത്യൻ പൈതൃകങ്ങളെ അവതരിപ്പിച്ചു. ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭക്തസംഘടനകൾ വിശുദ്ധ നാട്ടിലെ വിവിധ രംഗങ്ങളും സന്ദർശകർക്കുള്ള കൗതുകങ്ങളും ചിത്രീകരിച്ചു. ഇടവകാംഗങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ് വിസ്മയ കാഴ്ച മികവുറ്റതാക്കിയതെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ പറഞ്ഞു. ഈ മങ്ങാട് ഇടവക കൂട്ടായ്മയുടെ ഒരു വലിയ സമ്മാനമാണിത്. ഇടവകയിലെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് 25 നോമ്പ് ആഘോഷിച്ചതാണിത്. 24 ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അത് ഒരു പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും വലിയ ആഘോഷമാണ്. 23 അടി ഉയരമുള്ള പടുകൂറ്റൻ വാൽനക്ഷത്രം, സമ്മാനങ്ങളുമായി ഹൈഡ്രജൻ ബലൂണിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് പാപ്പ തുടങ്ങിയവ പ്രദർശനത്തിലേക്ക് കാണികളെ സ്വീകരിക്കുന്നു. അകത്ത് കടന്നാൽ ഹെർമോൺ മലയും ജോർദാൻ നദിയും ഗലീലി തടാകവും മുന്തിരിത്തോട്ടവും മഞ്ഞുമലയും ബെത്ലഹേമിലേതുപോലുള്ള പുൽക്കൂടും സെൽഫി പോയിന്റുകളും കുട്ടികൾക്കുള്ള ഗാർഡനും കളിയരങ്ങുകളും ഗുഹയിലൂടെയുള്ള നടത്തവും പ്രദർശനത്തിന് മൂടികൂട്ടുന്നു. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, ജനറൽ കൺവീനർ പ്രിൻസ്, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ജോസഫ് ആളൂർ, ബാബു പുത്തൂർ, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നു. പല രാത്രികളും പകലുകളാക്കി മാറ്റിയ ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. എല്ലാ ആവിഷ്കരണങ്ങളും വ്യക്തമായി ബൈബിളിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ആവിഷ്കാരങ്ങൾ. ദൈവത്തിൻ്റെ നല്ലൊരു ഇടപെടലുകളുണ്ടായിരുന്നു. ഈ വിസ്മയ കാഴ്ച അതിമനോഹരമായി. ജനുവരി 6 വരെ നീളുന്ന പ്രദർശന നഗരിയിലേക്ക് എല്ലാ ദിവസവും രാത്രി 10 മണി വരെ സന്ദർശകർക്ക് സൗജന്യമായി പ്രവേശിക്കാം. വിശ്വാസത്തോടൊപ്പം ഇടവകക്കാരുടെ കലാമികവ് പ്രകടമാകുന്ന ഒരു പ്രദർശനം കൂടിയാണിത്. രാവിനെ പകലാക്കിക്കൊണ്ട് 24 ദിവസം നടത്തിയ പ്രവർത്തനമാണ് ഈ വിസ്മയ കാഴ്ച ഇവിടെ നമുക്കായി സമ്മാനിച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 500ഓളം ക്രിസ്തുമസ് പാപ്പാമാർ നിരത്തിലിറങ്ങിയ കരോൾ ഘോഷയാത്ര ശ്രദ്ധേയമായി. സെയിന്റ് ലാസേഴ്സ് ഇടവകയിലെ 29 കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തമ്പുരാൻപടി സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ദേവാലയത്തിൽ എത്തി സമാപിച്ചു. തുടർന്ന് കരോൾ ഗാന മത്സരവും പാപ്പാ മത്സരവും ഉണ്ടായിരുന്നു. വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, കേന്ദ്രസമിതി കൺവീനർ ബിജു മുട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മുപ്ലിയം ICCS കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സപ്തദിന ശുചീകരണ ക്യാമ്പ് ആരംഭിച്ചത്. റെയിൽവേ സ്റ്റേഷന്റെ സൗന്ദര്യവൽക്കരണം ഏറ്റെടുത്ത വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ പ്ലാറ്റ്ഫോം ശുചീകരിച്ചു. ഇതിനോടൊപ്പം സ്റ്റേഷനിലെ വിശ്രമമുറിയുടെ നവീകരണം, വിശ്രമമുറിയിൽ ടെലിവിഷൻ, യാത്രക്കാർക്ക് വേണ്ടി ലൈബ്രറി, മുലയൂട്ടൽ കേന്ദ്രം എന്നിവയും സ്റ്റേഷനിൽ ഒരുക്കുന്നുണ്ട്. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും വിവിധ അവാർഡ് ദാനവും തൃശൂരിൽ നടന്നു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി AA കുമാരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CS ഇന്ദിരാദേവിക്ക് കർമ്മശ്രീ പുരസ്കാരം സമ്മാനിച്ചു. എക്സിക്യൂട്ടീവ് ട്രസ്റ്റി PR ബാബു, CB ഗീത, PR ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ കളിയാട്ടം ചൊവ്വാഴ്ച നടക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കളിയാട്ടം നടക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ അർദ്ധരാത്രി വരെയാണ് കളിയാട്ടം നടക്കുക. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അനീഷ് പെരുമലയന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന കടങ്ങോട് പഞ്ചായത്തിലെ ചെറുമനങ്ങാട് നെല്ലിക്കുന്ന് നുസ്രത്ത് റോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് സഞ്ചാരയോഗ്യമാക്കി.
നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ മണി, ജോജു സ്റ്റീഫൻ, മുഹമ്മദ് റാഫി മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന് ചെറുതുരുത്തിയിൽ സമാപനം. മുള്ളൂർക്കര പഞ്ചായത്തിലെ വാഴക്കോട് നിന്നും ആരംഭിച്ച മാർച്ച് ചെറുതുരുത്തിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TK സെയ്ദലവി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ജനറൽ സെക്രട്ടറി PM അമീർ, PP കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. കോടാലി കൊരേച്ചാൽ ശ്രീ കിരാത പാർവതി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. തെക്കുമുറി, ചെട്ടിച്ചാൽ, കോടാലി, ആൽത്തറ, കൊരേച്ചാൽ ചിറ, നവദേശം, ഉദയദേശം എന്നീ പൂരസംഘങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളായി. കൂട്ടിയെഴുന്നള്ളിപ്പിന് 13 ആനകൾ അണിനിരന്നു. മാവേലിക്കര ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. പാണ്ടിമേളത്തിന് പെരുവനം സതീശന്മാരാരും, പഞ്ചാരിമേളത്തിന് കൊടകര ഉണ്ണിയും, തായമ്പകയ്ക്ക് അരുൺ പാലാഴിയും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി വെങ്ങഴിശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഡേവിഡ് പതിയാരത്തിന്റെ 7ാമത് ചരമവാർഷികം ആചരിച്ചു. UDF എരുമപ്പെട്ടി നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി AV ബിജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് NK കബീർ, PS സുനീഷ്, MK ജോസ്, നജീബ് കൊമ്പത്തേയിൽ, റുഖിയ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ തിരുപ്പിറവി ആഘോഷങ്ങൾ ഭക്തിനിർഭരമായി. തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ പോൾസൻ പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ലിവിൻ ചൂണ്ടൽ, കൈക്കാരന്മാരായ ലാസർ ചുങ്കത്ത്, CJ വില്യംസ്, ജോയ് കുറ്റിക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. മോഹിനിയാട്ടത്തിൽ 5 വർഷത്തെ പരിശീലനം പൂർത്തീകരിച്ച് അമീന ഷാനവാസ് ഇരിഞ്ഞാലക്കുട നടന കൈരളിയുടെ വേദിയിൽ അരങ്ങേറി. സബര്യ എന്ന് പേരിട്ടിരിക്കുന്ന മോഹിനിയാട്ട കച്ചേരി എഴുതി ചിട്ടപ്പെടുത്തിയത് അമീനയുടെ ഗുരുവും കൂടിയാട്ട കുലപതി വേണുജിയുടെ ഭാര്യയുമായ നിർമ്മല പണിക്കരാണ്. നിർമ്മല ടീച്ചർ എഴുതി ചിട്ടപ്പെടുത്തിയ ഗീതയോതിയ ഗോവിന്ദൻ എന്ന വർണ്ണമാണ് ഏറ്റവും പ്രധാന ഇനം. 2018 നവരസാധന പഠനത്തിനായി വേണുജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് പരിശീലനം തുടങ്ങിയ അമീന പിന്നീട് മോഹിനിയാട്ടത്തിൽ നിർമ്മല ടീച്ചറുടെ ശിഷ്യയായി. നേരത്തെ എറണാകുളത്ത് ശ്യാമള M സുരേന്ദ്രന്റെ കീഴിലായിരുന്നു നൃത്ത പഠനം. മോഹിനിയാട്ടത്തിൽ സൂക്ഷ്മാഭിനയത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഓരോ ഇനങ്ങളും നിർമ്മല ടീച്ചർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് അമീന പറഞ്ഞു. ഏകദേശം ഒരു 5 വർഷത്തോളമായി ഞാൻ അഭ്യസിച്ചു വരികയാണ്. ഞാൻ ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ടീച്ചറുടെ കീഴിൽ ടീച്ചർ പഠിപ്പിച്ചു തന്നിരുന്ന എല്ലാ ഇനങ്ങളും ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. നടന കൈരളിയിൽ ദിവസങ്ങളോളം തങ്ങിയാണ് പരിശീലനം നടത്താറുള്ളത്. വിവാഹശേഷം ഭാരതാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭരതനാട്യത്തിൽ PG എടുത്ത അമീന നൃത്തരംഗത്ത് സജീവമാണ്. ആരോഗ്യ വിഭാഗം സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന്റെ ഭാര്യയായ അമീന അന്തരിച്ച മുൻ MP MI ഷാനവാസിന്റെ മകളാണ്. അമീനയുടെ ഏകമകൾ ഐഷ ഡൽഹിയിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ്. TCV ഇരിങ്ങാലക്കുട. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ ജില്ലാ കലാമേള കുന്നംകുളത്ത് തുടക്കമായി. കഥകളി നടനും മുൻ കലാമണ്ഡലം പ്രിൻസിപ്പാളുമായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കലാമേള ഉദ്ഘാടനം ചെയ്തു.
PR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P. ഗോപിനാഥൻ, കാവിൽ നാരായണൻ, TR ഹരിനാരായണൻ, TP വിജയൻ നമ്പീശൻ, PR ഹരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാദേശിക സഭകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 7 കലാകാരന്മാരെ പുഷ്പക കലാശ്രീ അവാർഡ് നൽകി ആദരിച്ചു. ഇത് കുറച്ചുകൂടി ഈ വിപണിക്കുകയും എനിക്ക് അങ്ങനെ പ്രസംഗിക്കാനും അറിയില്ല. ഈ അവാർഡ് കൊടുത്ത് അംഗീകരിക്കുകയും അപേക്ഷിച്ചുകൊണ്ട് അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ അവണിശ്ശേരി ഫെസ്റ്റിന്റെ 2ാം ദിനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമിതി ജനറൽ കൺവീനർ AR രാജു അധ്യക്ഷത വഹിച്ചു. സംഗീത കലാകാരൻ പുത്തൂർ രാജൻ, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AR ജോൺസൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവും കൂട്ടായ്മയും സ്നേഹവും നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ സ്വപ്നങ്ങള് വീട്ടില് താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ പോവാണ്. പിന്നെ നമ്മളൊക്കെ ഈ കൊറോണയുടെ ഇടയിൽ ജോലി നോക്കുന്നുണ്ട്. 30% റിസ്ക് അലവൻസ് ഉണ്ട്. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. വിവിധ ദേശങ്ങളിൽ നിന്നും പുറപ്പെട്ട കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് കാവടി അഭിഷേകവും അമൃതഭോജനവും നടന്നു. കാവടി ഘോഷയാത്രയിൽ നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും പകിട്ടേകി. ഗുരുവായൂർ കോട്ടപ്പടി സെയിന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ക്രിസ്തുമസ് ഒരുക്കങ്ങൾക്ക് ശേഷം അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ കൊടിയേറ്റം നിർവഹിച്ചു. ജനുവരി 1, 2, 3 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. അന്തിക്കാട് കൊച്ചത്ത് മുത്തപ്പൻ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. മുരുകൻ അന്തിക്കാട്, പ്രവീൺ ജിത്ത്, MC മദനകുമാർ, പഞ്ചായത്ത് അംഗം KK പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ YMCAയുടെ നേതൃത്വത്തിൽ കേക്ക് വിതരണം നടത്തി. പ്രതിപക്ഷ ഉപനേതാവ് KPA റഷീദ് ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജിഷോ S പുത്തൂർ, CD ജോൺസൺ, ജോസ് ലൂയിസ് തുടങ്ങിയവർ സന്നിഹിതരായി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി നാദസ്വര പുരസ്കാരം ഗായിക പത്മശ്രീ അനുരാധ പൊതുവാളിനും ദേവസ്ഥാനം കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആയുർവേദ ആചാര്യൻ ഡോക്ടർ KG രവീന്ദ്രനും സമ്മാനിച്ചു. മഠാധിപതി ഉണ്ണി ദാമോദരൻ, K ജയകുമാർ, വേണുഗോപാൽ, ദേവദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഭക്തിനിർഭരമായി ദേവാലയങ്ങളിലെ പാതിര കുർബാന. ചേലക്കരയിൽ മധ്യവയസ്കൻ മരിച്ചത് പന്നിയെ കുരുക്കാൻ വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ്. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്.
എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന 200 ഏക്കർ കൃഷി നശിച്ചു. 5 മാസം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് തകർന്നത്. ചാലക്കുടിയിൽ 2 ഇടത്ത് ഉണ്ടായ അപകടങ്ങളിൽ 2 യുവാക്കൾ മരിച്ചു. പുഷ്പഗിരിയിൽ ബൈക്ക് തോട്ടിലേക്ക് വീണും കാടുകുറ്റിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുമാണ് അപകടം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.